ഞാൻ കൈപ്പുഴ സ്നാനായ സെൻറ്റ് ജോർജ് പള്ളിയിൽ നിന്ന് ഇടവയിൽ നിന്ന് വരുന്ന അംഗമാണ്. ഞാനിവിടെ 2020 ഉടമ്പടി എടുക്കാൻ വന്നിരുന്നു. ഉടമ്പടിയിൽ എൻ്റെ മകന് 11 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ 2020 വന്നപ്പോൾ അന്ന് കൊറോണ ആയതുകൊണ്ട് പിന്നെ അത് വരാൻ സാധിച്ചില്ല. 2022 ഒരു ലീവിന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു ദുബായ് ജോലി ചെയ്യുമായിരുന്നു, നിങ്ങൾ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. 2020 സെപ്റ്റംബർ മാസത്തെ 9-ാം തീയതി സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആ സഹോദരിയോട് ഒരു മാതാവ് പറഞ്ഞു, എന്നോട് വന്ന് പറയണം, സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ വന്ന് പുതുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ 2022 സെപ്റ്റംബർ 9-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മാതാവ് എനിക്ക് ഇത് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പച്ചത്തിരി കത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗർഭിണിയായ മാതാവിൻ്റെ പോലെ തോന്നി, അവരുടെ ആവശ്യം തോന്നി. അപ്പോൾ മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് അടുത്ത മാസം മാതാവിൻ്റെ തിരുനാളിന് മുമ്പായിട്ട് എനിക്ക് കുഞ്ഞുണ്ടാകണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മക്കളുടെ അവധിക്ക് വന്നേച്ച് തിരിച്ചു ചെന്ന് അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ട ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, മാതാവ് എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഒക്ടോബർ മാസത്തിൽ അവർ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രഗ്നൻസി ആണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ, അടുത്ത ഒക്ടോബർ മാസത്തിൽ തന്നെ കുഞ്ഞിനെ ഞാൻ മാമോദിസ മുക്കിക്കോടാമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് ജോലിയുടെ 3 മാസം മുമ്പ് അപേക്ഷ കൊടുക്കണമായിരുന്നു പോരണമെങ്കിൽ. അപ്പം 2020 നവംബർ 11-ാം തീയതി ജോലി തീർന്നു. നവംബർ 12-ാം തീയതി പോസിറ്റീവായി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, മാതാവ് തന്നതിന് നന്ദി പറഞ്ഞു. അവിടുന്ന് ഒരാഴ്ചക്കകം വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റിലെന്ന് വെച്ചാൽ സാധാരണയുള്ള ചെക്കപ്പ് നടന്നു. 2023 ജൂൺ മാസം 19-ാം തീയതി ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ കിട്ടി. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് അവർക്ക് UK പോകാനായിട്ട് പെട്ടെന്ന് ചാൻസ് വന്നുകൊണ്ട് ഇതുവരെ പറയാൻ താമസിച്ചു പോയി. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ 1 വയസ്സായപ്പോൾ 6 മാസം ആയപ്പോൾ നാട്ടിൽ വന്നു ബർത്ത്ഡേക്ക് വേണ്ടി. അപ്പോൾ മാതാവിനോട് ഇവർക്ക് അവധി കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ മാതാവ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നാട്ടിൽ വന്ന് നടത്തണേ, അതുപോലെ അമ്മയുടെ ഈ അൾത്താറിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയണേ എന്ന് പറഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് പ്രകാരം അവർക്ക് അവധി കിട്ടി. അവർ ജൂൺ മാസം 17-ാം തീയതി വീട്ടിൽ വന്നു. അങ്ങനെ ആണ് ഞങ്ങൾ ഇപ്പോൾ സാക്ഷ്യം പറയാൻ ഇവിടെ എത്തിയത്. അതിന് മാതാവിന് തിരുക്കുവാൻ 1000 നന്ദി പറയുന്നു. വേറെയും കുറേ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു 4th സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു IVF കൂടെ നമുക്കത് സാധിക്കുകയുള്ളൂ. ഈവൻ IVF ചെയ്താൽ പോലും അത് പോസിറ്റീവ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഏതെങ്കിലും എഗ്ഗ് ഡോണറെ റിസീവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും. പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം എല്ലാവരും ബ്ലെയിം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇനിയൊരു റിഗ്രറ്റ് ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചു. ജോലി റിസൈൻ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ പോസിറ്റീവായി. അങ്ങനെ നാച്ചുറലായിട്ട് തന്നെ ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. അവന് ഞങ്ങൾ സാമ്യുവൽ എന്ന് പേര് ഇട്ടു.